നമസ്കാരം. അങ്ങനെ ഒടുവിൽ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 2024 മുതൽ ഇനി 5 വർഷം ബ്രിട്ടൻ ഭരിക്കുന്നത് ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടിയുടെ മാന്യനായ നേതാവ് കീർ സ്റ്റാർമർ ആയിരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ജെറമി കോർബിൻ എന്ന കടുത്ത കമ്മ്യൂണിസ്റ്റായ നേതാവിനെ പുറത്താക്കി ലേബർ പാർട്ടി പ്രവർത്തകർ കീർ സ്റ്റാർമറെ തെരഞ്ഞെടുത്തത് വെറുതെയായില്ല. ഇപ്പോഴും അന്തിമ ഫലം പുറത്തു വന്നിട്ടില്ല. ആകെയുള്ള 650 സീറ്റിൽ 325 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അത് മുമ്പ് തന്നെ മറികടന്നു. 400 മുകളിലേക്ക് കുതിക്കുകയാണ്. 2/3 ഭൂരിപക്ഷം കിട്ടിയേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 365 സീറ്റോടെ ഭരിച്ചിരുന്ന ഋഷി സുനകിൻ്റെ കൺസർവേറ്റീവ് പാർട്ടി കേവലം 144 സീറ്റിൽ ഒതുങ്ങി. ലേബർ പാർട്ടിയുടെ ഭൂരിപക്ഷം 170 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനേക്കാൾ കുറവാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ആകെ സീറ്റുകളുടെ എണ്ണം എന്നർത്ഥം. ഇങ്ങനെയേ സംഭവിക്കൂ എന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. ഞാൻ ബ്രിട്ടീഷ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോകളിലും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതെൻ്റെ മിടുക്കുകൊണ്ടല്ല, ബ്രിട്ടനിലെ എല്ലാ സർവേകളും അതുതന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളുകളുമൊക്കെ ശാസ്ത്രീയമായി നടത്തുന്നതുകൊണ്ട് അവിടെ അതൊന്നും തെറ്റാറില്ല. കുറച്ചു കാലത്തേക്ക് പ്രധാനമന്ത്രിയായ ലിസ് ട്രസും തോറ്റവരുടെ ലിസ്റ്റിലുണ്ട്. ഋഷി സുനക് തോൽവി സമ്മതിച്ച് രാജിവെച്ചതോടെ കൺസർവേറ്റീവ് പാർട്ടിയെ ഇനി നയിക്കും എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന പെന്നി മോർഡൻറ്റും തോറ്റവരിലുണ്ട്. കെൻറ്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ മലയാളിയായ സോജൻ ജോസഫ് തോൽപ്പിച്ചതും 3 പതിറ്റാണ്ടായി ആ സീറ്റ് സ്വന്തമാക്കി വെച്ചിരുന്ന മുതിർന്ന കൺസർവേറ്റീവ് നേതാവായ ഡാമിയൻ ഗ്രീനിനെയാണ്. ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് അടക്കം ടോറി പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാവരും തോറ്റുമടങ്ങി. ബ്രിട്ടനിലെ 3ാമത്തെ വലിയ പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റ്സിനെ ഇക്കുറിയും മാനം രക്ഷിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ 56 സീറ്റുകളാണ് ലിബറൽ ഡെമോക്രാറ്റുകൾ നേടിയത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ അതിദയനീയമായ പരാജയത്തിന് കാരണം ഈ അടുത്ത കാലത്ത് മാത്രം രൂപീകരിക്കപ്പെട്ട തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടിയായ റിഫോംസ് UK സാന്നിധ്യമാണ്. നൈജൽ ഫറാജ് എന്ന തീവ്ര വലത് രാഷ്ട്രീയക്കാരൻ ഇതിനു മുൻപ് പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് UKIP ആയിരുന്നു, UK ഇൻഡിപെൻഡൻസ് പാർട്ടി. UKIPന് രൂപം കൊടുത്തത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. UKIP ആ സമയത്ത് യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് സീറ്റുകൾ പലതും നേടിയിരുന്നു. പിന്നീട് ഫറാജിൻ്റെ ആവശ്യം സാധിച്ചു. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടു. അതോടെ ആ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ നൈജൽ ഫറാജ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. ആ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിന് വേര് പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഋഷി സുനക് റിഫോംസ് UKയെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. റിഫോംസ് UK 4 സീറ്റുകളിൽ മാത്രമേ ജയിക്കൂ എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ വലിയ തോതിൽ വോട്ട് പിടിച്ചതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കൺസർവേറ്റീവിൻ്റെ പരാജയത്തിന് കാരണമായി. ലേബർ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കേവലം 2% വോട്ടുകൾ മാത്രമാണ് കൂടുതൽ. എന്നാൽ റിഫോംസ് UK പിടിച്ച വോട്ടുകൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് കാരണമായി. നൈജൽ ഫറാജ് 8 തവണ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ തോൽക്കുകയായിരുന്നു. ആദ്യമായി ബ്രിട്ടൻ്റെ MP ആയി ഇക്കുറി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയത് സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. സ്കോട്ട്ലൻഡിനെ സ്വതന്ത്ര രാജ്യമാക്കുക എന്ന ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന SNP ആണ് സ്കോട്ട്ലൻഡിൻ്റെ പ്രാദേശിക ഭരണം നടത്തുന്നതും സ്കോട്ട്ലൻഡിലെ മുഴുവൻ MPമാരെയും പാർലമെന്റിലേക്ക് അയക്കുന്നതും. സ്കോട്ട്ലൻഡിൽ നിന്നും ആകെയുള്ള 59 MPമാരിൽ 43 പേരും നിലവിൽ SNP അംഗങ്ങളാണ്. എന്നാൽ ഇക്കുറി കേവലം 8 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. അതൊരു പക്ഷേ 6 സീറ്റായി കുറയുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ലേബർ പാർട്ടിയാണ് സ്കോട്ട്ലൻഡിലും മുൻതൂക്കം നേടിയത്. ഹംസ യൂസഫ് എന്ന ബംഗ്ലാദേശി വംശജൻ SNPയുടെ നേതാവാകുകയും സ്കോട്ട്ലൻഡിൻ്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആവുകയും ചെയ്തതോടെയാണ് SNP ഇത്ര ദയനീയമായ അവസ്ഥയിലേക്ക് പോയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹംസ രാജിവെച്ച് പുതിയ നേതാവ് ചുമതലയേറ്റെങ്കിലും SNP രക്ഷിക്കാൻ സാധിച്ചില്ല. സ്കോട്ട്ലൻഡിനെ വേർപെടുത്തി പുതിയ രാജ്യം സ്ഥാപിക്കാനുള്ള ഹംസ യൂസഫയുടെ നീക്കം തന്നെയാണ് SNPക്ക് തിരിച്ചടിയായത്. കനത്ത പരാജയം സംബന്ധിച്ച് ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി രാജിവെച്ചിട്ടുണ്ട്. ഇന്നായിരിക്കും സുനകിൻ്റെ ഔദ്യോഗിക വസതിയിലെ അവസാന ദിവസം. സുനകും ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം സൂക്ഷിക്കുന്ന ഭാര്യ അക്ഷതയും മക്കളും ഇന്നോ നാളെയോ ഔദ്യോഗിക വസതി ഒഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഇന്ത്യൻ വംശജനെ അംഗീകരിക്കാനുള്ള
വെള്ളക്കാരുടെ വംശീയ മനോഭാവം തന്നെയാണ് ഋഷി സുനകിൻ്റെ തിരിച്ചടിക്ക് പ്രധാന കാരണം. ബോറിസ് ജോൺസന്റെ ചാൻസലറായി കോവിഡിനെ ശക്തമായി നേരിട്ടത് ഋഷി സുനക് തന്നെയാണ്. ബ്രിട്ടനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും സുനകിൻ്റെ നയങ്ങൾ രക്ഷിച്ചെടുത്തു. പക്ഷേ ആർത്തിമൂത്ത് ബോറിസ് ജോൺസനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയത് ഋഷി സുനകിന് വിനയായി. ഒപ്പം ബ്രിട്ടനെ ഭരിക്കാൻ വെള്ളക്കാർ മാത്രം മതി എന്ന നിലപാടും കാരണമായി. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വെള്ളക്കാരനല്ലാത്ത ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പും ജനങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നില്ല, പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധിയുടെ തുടർച്ചയായിരുന്നു. 2019 നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ബോറിസ് ജോൺസൺ രണ്ടാമനായി ഋഷി സുനകിനെ നിയമിക്കുകയും ചാൻസലർ പദവി കൊടുക്കുകയും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രിയാവുക എന്ന മോഹം കൊണ്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് സുനകിൻ്റെ നേതൃത്വത്തിലുള്ള ചില എംപിമാർ ബോറിസ് ജോൺസനെ അട്ടിമറിച്ചു. തുടർന്ന് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പാർട്ടി അംഗങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഋഷി സുനകിന് തോൽവിയായിരുന്നു ഫലം. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ട്രസ് എന്ന വെള്ളക്കാരി തന്നെയായിരുന്നു. അതുവരെ കാര്യമായി അറിയപ്പെടാത്ത ലിസ് ട്രസിനെ കൺസർവേറ്റീവ് അംഗങ്ങൾ വോട്ട് ചെയ്തത് ഋഷി സുനക് ഇന്ത്യക്കാരൻ അല്ലാത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ലിസ് ട്രസിനെ എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാരം നടത്താനല്ലാതെ മറ്റൊരു ഉത്തരവാദിത്വവും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രാജ്യം അമ്പെ കൈവിട്ടു എന്ന അവസ്ഥയിൽ ലിസ് ട്രസ് രാജിവെച്ചപ്പോൾ രണ്ടാമതെത്തിയ ഋഷി സുനക് പ്രധാനമന്ത്രിയായി. കൺസർവേറ്റീവ് പാർട്ടിയുടെ നിയമമനുസരിച്ച് നേതാവിനെ തെരഞ്ഞെടുക്കാൻ നിശ്ചിത കാലയളവ് വേണ്ടതുകൊണ്ടാണ് ആ കാലയളവിന് മുൻപ് ലിസ് ട്രസ് രാജിവെച്ചപ്പോൾ എതിരാളികളില്ലാതെ ഋഷി സുനക് പ്രധാനമന്ത്രിയായത്. അങ്ങനെ സുനകിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. വെള്ളക്കാർ വാശിയോടെ വോട്ട് ചെയ്തതോടെ മിടുക്കനാണെങ്കിലും ഋഷി സുനക് പുറത്തായി. ബ്രിട്ടനിലെ രണ്ടാമനായി ദീർഘകാലം വാഴാനും ബ്രിട്ടീഷ് ജനതയുടെ വിശ്വാസ്യത നേടിയെടുത്ത് അവരുടെ പിന്തുണയോടെ പ്രധാനമന്ത്രിയാകാനും ഉള്ള അവസരം കളഞ്ഞുകുളിച്ചത് സുനകിൻ്റെ ആർത്തി തന്നെയാണ്. ബോറിസ് ജോൺസനെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തിയതിൻ്റെ ചോരപ്പാടുകൾ സുനകിൻ്റെ കയ്യിലുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ ആശങ്കപ്പെട്ടതോടെ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ പോലും വോട്ട് ചെയ്യാതെ ദയനീയമായി തോൽപ്പിക്കുകയായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിക്ക് പകരം ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതുകൊണ്ട് ബ്രിട്ടൻ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമെന്ന് പറയുന്ന ചിലരുണ്ട്. പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. ലേബറും കൺസർവേറ്റീവും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങളൊന്നും നയങ്ങളില്ല. കുടിയേറ്റ നിയമം അടക്കമുള്ളവ നിശ്ചയിക്കപ്പെടുന്നത് ബ്രിട്ടനിലെ സാഹചര്യം കണക്കിലെടുത്താണ്. ടോണി ബ്ലെയറിൻ്റെ കാലത്താണ് കുടിയേറ്റ നിയമത്തിൽ ഇളവ് വരുത്തിയതെങ്കിലും കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് നീണ്ട കൺസർവേറ്റീവ് പാർട്ടി ഭരണകാലത്തും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. കാര്യമായ വ്യത്യാസമൊന്നും ഭരണത്തിൽ ജനങ്ങളും പ്രതീക്ഷിക്കുന്നില്ല, കുടിയേറ്റക്കാരും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത പ്രധാനമന്ത്രി, ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി, ഹിന്ദുവായ പ്രധാനമന്ത്രി, ഇന്ത്യൻ പൗരിയുടെ ഭാര്യയായ പ്രധാനമന്ത്രി ഇന്ന് പടിയിറങ്ങുകയാണ്. ബ്രിട്ടനിൽ ഇനി ലേബർ പാർട്ടിയുടെ ഭരണമാണ്.